സാധാരണ അടുപ്പുകളായ ഗ്യാസും ഇൻഡക്ഷനുമെല്ലാം അടുക്കളയിൽ നിന്നും പടിയിറങ്ങാൻ സമയമായി. ഇനി അരങ്ങേറ്റത്തിനൊരുങ്ങുകയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വുഡൻ സ്റ്റൗ. അമിത വൈദ്യുതി ബില്ലും പാചകവാതക വിലയും അടുക്കള ബജറ്റ് താളം തെറ്റിക്കുമ്പോഴാണ് വുഡൻ സ്റ്റൗവിന്റെ വരവ്. വുഡൻ സ്റ്റൗ എന്ന് കേട്ട് സംശയിക്കേണ്ട, വിറകടുപ്പ് തന്നെയാണിത്. എന്നാൽ വളരെ ലളിതമായ സാങ്കേതിക വിദ്യയിലാണ് ഇതിന്റെ രൂപകൽപ്പന. ചൂടിനെ നന്നായി ആഗിരണം ചെയ്യുന്ന കാസ്റ്റ് അയൺ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. വിറകിൽ തീ പിടിപ്പിച്ച് അതിനുശേഷം അടുപ്പിൽ തന്നെ ബന്ധിപ്പിച്ചിട്ടുള്ള ഫാൻ പ്രവർത്തിപ്പിക്കണം. ഈ ഫാൻ വർക്ക് ചെയ്യുന്നത് വൈദ്യുതിയിലാണ്. എന്നാൽ ഇതിപ്പോ വിറകും കറണ്ടും വേണമല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട. വളരെ ചെറിയ വൈദ്യുതി മാത്രമാണ് ഇതിനു വേണ്ടത്. ഇനിയിപ്പോ കറണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതിനും പരിഹാരമുണ്ട്. കറണ്ട് എന്തിനാന്ന് വെച്ചാൽ ഈ വിറകിൽ തീ കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ബ്ലോവർ ഫാൻ. ഈ ഫാനിൻ്റെ പവർ കാരണമാണ് നമുക്കിതിൽ തീ ഗ്യാസ് പോലെ കത്തുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത് DC ആണ്. വളരെ കുറവ് ചിലവാണ്. ഒരു ദിവസം മുഴുവനായിട്ട് ഉപയോഗിച്ചാൽ 4 രൂപ 5 രൂപ ആ റേഞ്ചിലേക്ക് നിങ്ങൾക്ക് വരുള്ളൂ. ഈ അടുപ്പിന് ഗ്യാസിൽ നിന്ന് വരുന്ന പോലെ പവർ കിട്ടണമെങ്കിൽ ഇത് നമ്മൾ ആവശ്യത്തിന് കൂട്ടിയും കുറച്ച് കറണ്ടില്ലാത്ത സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. കറണ്ടില്ലാത്ത സമയത്ത് ഏറ്റവും വാട്ട് കുറഞ്ഞ ഒരു TVS ബൈക്കിൻ്റെ ബാറ്ററി വെച്ചാൽ പോലും ഇത് വർക്കാവുന്നതാണ്. നമുക്കൊരു മൊബൈലിൻ്റെ പവർ ബാങ്ക് വെച്ചടക്കം ഇത് പ്രവർത്തിപ്പിക്കാം. കാരണം അത് 12 വോൾട്ട് DC ആണ്. ഗാർഹിക ഉപയോഗത്തിന് ചെറിയ സൈസിലും ഹോട്ടലുകൾക്കായി വലിയ സൈസിലുമാണ് അടുപ്പ് നിർമ്മിച്ചിട്ടുള്ളത്. ഹോട്ടലുകളിൽ 12 മണിക്കൂർ തുടർച്ചയായി ഉപയോഗിച്ചാലും ചെറിയ ചെലവ് മാത്രമാണ് വരുന്നത്. ഇതാണ് റോക്കറ്റ് സ്റ്റൗ. അതായത് വന്നിട്ട് നമുക്ക് ആവശ്യത്തിന് തീ കൂട്ടാനും കുറയ്ക്കാനും ഗ്യാസിൽ എന്തൊക്കെ ഉപകാരങ്ങളുണ്ടോ അത് ഇതിലും ചെയ്യാൻ പറ്റും. മാസം ഓരോ ഹോട്ടലുകാർ 30,000 40,000 ഒക്കെ നമുക്ക് ഗ്യാസ് ചെലവ് വരുന്നുണ്ട്. അതെല്ലാം വന്നിട്ട് ഇതിൽ വെറും ഒരു ദിവസം 500 രൂപയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്ത് വേണമെങ്കിലും ഒരു ദിവസം 12 മണിക്കൂറിന്. അതായത് ഗ്യാസ് ചെയ്യുന്ന എല്ലാ പരിപാടിയും ഇതിൽ ചെയ്യാൻ പറ്റും. ഗ്യാസിൻ്റെ അത്ര വില കൊടുക്കേണ്ടതെന്ന് മാത്രം. വിറകിൻ്റെ കൺസപ്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് 12 മണിക്കൂർ ഉപയോഗിക്കാൻ വെറും 500 രൂപയുടെ വിറകിൻ്റെ മുകളിൽ കൂല. അതിന് ഞാൻ ഗ്യാരണ്ടി. നിങ്ങൾക്ക് ഏത് വിറക് യൂസ് ചെയ്യാം, ചിരട്ടയും യൂസ് ചെയ്യാം. വീട്ടിലാണെങ്കിൽ 1 മണിക്കൂർ അടുപ്പ് പ്രവർത്തിച്ചാൽ വെറും 10 രൂപയുടെ ചെലവേ വരികയുള്ളൂ. പുകയും ചൂടും ഒട്ടും പുറത്തു വരികയുമില്ല. കത്തുമ്പോൾ അതിന്റെ ചാരം ശേഖരിക്കുന്നതിനും പ്രത്യേക സജ്ജീകരണങ്ങളുണ്ട്. വിറക് കത്തിക്കുമ്പോൾ ഇതിൻ്റെ ചാരം എല്ലാം നമുക്ക് താഴെ കറക്റ്റായിട്ട് ട്രേയിൽ വരും. ആ ട്രേ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചാരമൊക്കെ നമുക്ക് 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ എടുത്ത് കളയാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ ഒരുപാട് വിറകിട്ട് കത്തിച്ചാലും ചാരം വളരെ കുറവേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ 2-3 ദിവസം കഴിഞ്ഞ് നമുക്ക് മാറ്റിയാലും മതി. എവിടെ വേണമെങ്കിൽ വെക്കാം. നിങ്ങൾക്ക് അകത്തോ പുറത്തോ പ്രത്യേക സ്ഥലമൊന്നും ഇതിന് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്ലാബോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് അത് അങ്ങനെ കൊണ്ട് വെക്കുക, വിറകിടുക, കത്തിക്കുക, അതിൻ്റെ ആവശ്യം മാത്രം. നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഇതൊന്നും ചെയ്യാനില്ല. ഈ അടുപ്പുകൾ 100% വിജയകരമാണെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. ഗ്യാസ് അടുപ്പുമായി ഇതിനെ താരതമ്യം ചെയ്യാൻ പോലുമാകില്ല. അത് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. ഗ്യാസും ഇതുമായിട്ട് ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആണത്. ഭയങ്കര വ്യത്യാസമുണ്ട് അത്. അതായത് ഞാൻ ഇവിടെ അധികം ഉപയോഗിക്കണില്ല, വേറെ ഉപയോഗിക്കണം. എൻ്റെ ഫ്രണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അവരൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ 2 ഉപയോഗിക്കുന്നുണ്ട്. മെയിൻലി ഉള്ളത് ഭാവിയിൽ ഇതെല്ലാനും 2-3 സ്റ്റൗവും കൂടി മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വൻ സക്സസ് ആണിത്. സാധാരണ അടുപ്പിനേക്കാളും ചെലവ് വളരെ കുറഞ്ഞ ഇവയ്ക്ക് ആരാധകരേറുകയാണിപ്പോൾ. ബജറ്റിനൊപ്പം നിൽക്കുന്ന ഇത് ഇനി മലയാളി അടുക്കളകൾ കയ്യേറാൻ അധിക നാളെടുക്കില്ല. ETV ഭാരത്, എറണാകുളം.